അതെന്നായിരിക്കും അങ്ങനെ? ഒരുപാട് പേര് പറഞ്ഞു കരയണ്ടെന്ന്, ഒരുപാട് പേര് പറഞ്ഞു വിഷമിക്കണ്ടെന്ന്. എന്തിന്? കർത്താവ് പോലും നിങ്ങളോട് പറഞ്ഞു വിഷമിക്കണ്ട, കരയണ്ട. പക്ഷെ ആരൊക്കെ പറഞ്ഞിട്ടും ആരൊക്കെ ആശ്വസിപ്പിച്ചിട്ടും നിങ്ങളുടെ ഉള്ളിലെ ആ പെയിൻ മാറുന്നില്ല. എന്തായിരിക്കും അതിന് കാരണം? കാരണം മറ്റൊന്നുമല്ല, അത്ര ഡീപ്പായ പെയിനാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. പ്രിയരെ, ആരൊക്കെ കരയണ്ടെന്ന് പറഞ്ഞിട്ടും നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന വേദന അതിതുവരെ മാറിയിട്ടില്ല. അതിൽ ഏറ്റവും കൂടുതൽ പെയിൻ ഉണ്ടാകുന്നത് ആരോടും അത് ഷെയർ ചെയ്യാൻ പോലും പറ്റില്ല. ചിലപ്പോൾ ആരോടെങ്കിലും ഷെയർ ചെയ്താൽ കേൾക്കും, പക്ഷെ അവർ മനസ്സിലാക്കുന്നത് മറ്റു രീതിയിലായിരിക്കും. തെറ്റിദ്ധരിക്കപ്പെടും. ഇത്ര ഡീപ്പായ പെയിനിൽ കിടക്കുന്ന, പെയിൻ അനുഭവിക്കുന്ന, ആ വേദന ഉള്ളിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് ചിരിച്ച് സംസാരിക്കുന്ന, മറ്റുള്ളവരെ കരുതുന്ന, കെയർ ചെയ്യുന്ന നിങ്ങളോട് ഞാനൊരു വാക്ക് പറയാം. എന്താണ് നമ്മുടെ ലൈഫിൽ, നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ, യേശു കർത്താവ് വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, എന്തായിരിക്കും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? നിങ്ങൾ ഒത്തിരി പ്രയോറിറ്റി കൊടുത്ത, എന്നും നിങ്ങളുടെ ലൈഫിൽ കൂടെ കാണുമെന്ന് ചിന്തിച്ച, അല്ലെങ്കിൽ കൂടെയുള്ള ആ ഒരു വ്യക്തി, ആ വ്യക്തിയിൽ നിന്നുണ്ടായ പെയിൻ, ആ വ്യക്തി നൽകിയ വേദന അത്ര ഡീപ്പാണത്. അവർക്ക് വേണ്ടി നിങ്ങളുടെ സമയം, അവർക്ക് വേണ്ടി ഇവൻ നിങ്ങളുടെ ഫാമിലിയെ പോലും ശ്രദ്ധിക്കാതെ ഒരുപക്ഷെ നിങ്ങൾ അവർക്ക് വേണ്ടി നിന്ന് കാണും. പക്ഷേ ആ പെയിനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ എന്നും കൂടെ കാണുമെന്ന് പറഞ്ഞവരൊന്നും കാണുകയില്ല. പ്രതീക്ഷിക്കാത്തതൊക്കെ കേൾക്കേണ്ടി വരുമ്പോൾ, ഒരുപക്ഷെ ആ റിലേഷൻഷിപ്പ് തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, മറ്റെന്തിനേക്കാളും നിങ്ങൾ ഇഷ്ടപ്പെട്ട, സ്നേഹിച്ച ആ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന വാക്കുകൾ, നിങ്ങളെ ഏറ്റവും കൂടുതൽ പെയിനാക്കിയ, മുറിവേൽപ്പിച്ച ആ ഒരു വിഷയത്തിൻ്റെ പെയിൻ ഇതുവരെ മാറിയിട്ടല്ലേ? എന്തായിരിക്കും കരയണ്ട എന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടും, വിഷമിക്കണ്ട എന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടും ആ പെയിൻ ഇങ്ങനെ വീണ്ടും വീണ്ടും കയറി വരുന്നത്? എന്തായിരിക്കും? ചിന്തിക്കുക. ഞാൻ നിങ്ങളോടൊരു ദൈവശബ്ദം പറയാം. ദൈവം ഒന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ലോകത്ത് ഒരിക്കലും മരണം വരെ കൂടെ കാണുമെന്ന് പറഞ്ഞവരും വാക്ക് പറഞ്ഞവരൊക്കെ ഇട്ടേച്ചു പോയാലും, പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്നൊരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ, നിങ്ങളെ മറന്നു പോയാൽ, ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞു പോയാൽ, ഒരിക്കലും നിങ്ങളെ ഇട്ടേച്ചു പോകാത്ത, നിങ്ങളെ ഉപേക്ഷിക്കാത്ത ആ സ്നേഹത്തിൻ്റെ ഡീപ്പായ അനുഭവം എന്താണെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് നിങ്ങളുടെ ലൈഫിലെ പെയിൻ ഇപ്പോൾ മാറാത്തത്. അതുകൊണ്ട് ഭാരപ്പെടണ്ട, കരയണ്ട. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പക്ഷെ അവരുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറഞ്ഞെങ്കിലും അവരുടെ ഹൃദയം കലങ്ങി, വേദനിച്ചു, ഒത്തിരി ഡീപ്പായ പെയിൻഫുള്ളിലേക്ക് പോയി. പക്ഷേ അവരുടെ ലൈഫ് എപ്പോഴാണ് ഫ്രീ ആയത്? അവർ മെൻ്റലി എപ്പോഴാണ് ഫ്രീ ആയത്? അവരെപ്പോഴാണ് ഹീലായത്? പരിശുദ്ധാത്മാവിന് വേണ്ടി അവരിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിന് വേണ്ടി അവർ കാത്തിരുന്നു. എല്ലാ വേദനകളിൽ നിന്നും ഹീൽ ചെയ്യുന്ന, എല്ലാ വേദനകളിൽ നിന്നും ഫ്രീ ആക്കുന്ന, എല്ലാ സോൾ ഹീലിംഗ് നൽകുന്ന ആ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ അവർ കംപ്ലീറ്റ് ഫ്രീ ആയി. ഹൃദയം കലങ്ങിയ വിഷയത്തിനകത്ത് കരയേണ്ടെന്ന് ആരൊക്കെ പറഞ്ഞിട്ടും നിങ്ങളുടെ പെയിൻ മാറുന്നില്ലെങ്കിൽ, ദൈവം പറയുന്നു, ഒരു ദൈവശബ്ദം ഞാൻ നിങ്ങളോട് കൈമാറുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ എത്ര പെയിൻ അനുഭവിച്ചോ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ബ്ലെസ്ഡ് ആകാൻ പോവുക. നിങ്ങൾ എത്ര പെയിൻ അനുഭവിച്ചോ, നിങ്ങളുടെ മിസ്റ്റേക്ക് കാരണം നിങ്ങളെ മറന്നുപോയ, നിങ്ങൾ പ്രയോറിറ്റി കൊടുത്ത, നിങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ട ആരൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയാലും, എപ്പോഴും കൈ നീട്ടി മാറോട് ചേർക്കാൻ നിൽക്കുന്ന, മാറോട് അണയ്ക്കാൻ നിൽക്കുന്ന ആ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഡീപ്പായ തലങ്ങൾ അനുഭവിക്കാൻ ഇന്ന് നിങ്ങൾ ഒറ്റയ്ക്കാണ്. കർത്താവ് നിങ്ങളോട് പറയുന്നു, മോളെ കരയണ്ട, മോനെ കരയണ്ട. ആരൊക്കെ വിട്ടേച്ചു പോയാലും ഞാൻ നിന്നെ
കട്ടയ്ക്ക് നിൽക്കും നിൻ്റെ കൂടെ. ഇത് മനുഷ്യൻ പറയുന്ന വാക്കല്ല, ഞാൻ നിൻ്റെ കൂടെ നിൽക്കും. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. ആ വേദന ഇന്നും മാറും, ആ കണ്ണുനീരിന്ന് മാറും. മറ്റാരോട് പറഞ്ഞാലും തെറ്റിദ്ധരിക്കപ്പെടുന്ന വിഷയങ്ങൾക്കകത്ത് പോലും പെയിൻ ഉണ്ടാകുമ്പോൾ ആരോട് പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല. പക്ഷേ കർത്താവിനത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ സീസൺ, ഈ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, നിങ്ങളെ ദൈവസ്നേഹത്തിൻ്റെ ഡീപ്പായ തലത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകാൻ ദൈവം ചിലതിലൂടെ കടത്തിവിടുക, അനുവദിക്കുക. അതെ, എല്ലാവരും പോട്ടെ. ഒരിക്കൽ യോസേഫിനെ മറന്നുപോയവരെല്ലാം യോസേഫിൻ്റെ അടുത്ത് വന്നു. ആയുസ് നൽകും അവർക്കും നമുക്കും. കർത്താവ് പറയുന്നു, ആരൊക്കെ കരയേണ്ടെന്ന് പറഞ്ഞിട്ടും വേദനിക്കേണ്ടെന്ന് പറഞ്ഞിട്ടും വേദനിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾക്കൊരു നല്ല നാളെയുണ്ട്. ഈ വേദന മുഴുവൻ മറന്നു പോകുന്ന നിലകളിൽ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ഉണ്ട്. ഓക്കെ, ഇനി ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പെയിൻ മാറത്തുള്ളെങ്കിൽ ആ ഒരു തലത്തിൽ നിങ്ങൾ എത്തിക്കാൻ, ആ വ്യക്തി എത്തിക്കാൻ ഈ പരിശുദ്ധാത്മാവിന് കഴിയും. നിങ്ങൾ ഇന്ന് അവർക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ ഒത്തിരി പ്രയോറിറ്റി കൊടുത്തവർക്ക് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ പ്രയോറിറ്റി ഇല്ല. അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി ഇല്ല. പക്ഷേ കർത്താവിന് പ്രയോറിറ്റി ഉണ്ട്. കർത്താവ് ഒരിക്കലും അവഗണിക്കത്തില്ല. കർത്താവ് ഒരിക്കലും, അതെ, കർത്താവ് പരിഗണിക്കും, മാനിക്കും. ഹാപ്പി ആയിട്ടിരിക്കുക. ആ പെയിനെല്ലാം മാറട്ടെ. ഗോഡ് ബ്ലെസ് യു.